ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാണിപ്പാകം വിനായക ക്ഷേത്രം ഗണേശ വിശ്വാസികളുടെ ഇടയിൽ ഏറെ പേരുകേട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അത്ഭുത സിദ്ധികളുള്ള ഇവിടുത്തെ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കാനായി ഓരോ വർഷവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. കാണിപ്പാകം വിനായക ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ക്ഷേത്രത്തെക്കുറിച്ച് പ്രചാരത്തിലുള്ള ചില കഥകളാണ്. അതിലൊന്നാണ് അന്ധരും ബധിരരും മൂകരുമായ 3 മനുഷ്യരുടെ കഥ. ഏകദേശം 1000ഓളം വർഷങ്ങൾക്ക് മുൻപായി അന്ധരും ബധിരരും മൂകരുമായ 3 സഹോദരങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. വിഹാരപുരി ഗ്രാമത്തിനടുത്തൊരു ഗ്രാമത്തിൽ കൃഷി ചെയ്തായിരുന്നു അവരുടെ ജീവിതം. ഒരു ദിവസം വിളകൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവിചാരിതമായി കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ അവരിൽ ഒരാൾ കിണറ്റിലിറങ്ങി കയ്യിലിരുന്ന പാര ഉപയോഗിച്ച് കിണർ വീണ്ടും ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. പെട്ടെന്നതിൽ വെള്ളം വരികയും പാര താഴെയുള്ള ഒരു കല്ല് പോലെയുള്ള വസ്തുവിൽ ഇടിക്കുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് പ്രദേശത്ത് പറയുന്ന കഥകൾ അനുസരിച്ച് കിണറ്റിലെ വെള്ളത്തിൽ മുഴുവൻ രക്തം കലരുകയും അവർക്കൊരു പ്രത്യേക ദർശനം ലഭിക്കുകയും ശേഷം സഹോദരങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുകയും ചെയ്തുവെന്നാണ്. ഇതെല്ലാം അറിഞ്ഞെത്തിയ ഗ്രാമവാസികൾ എന്താണ് കിണറ്റിലുള്ളത് എന്നറിയാൻ കിണറിന് ആഴം കൂട്ടുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അവസാനം അവർക്ക് മുന്നിൽ ഗണപതി പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. അന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്ന സ്ഥലത്താണ് ഇന്നത്തെ ശ്രീ കാണിപ്പാകം വരസിദ്ധി വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനർത്ഥം ക്ഷേത്രത്തിലെ സ്വയംഭുവായ പ്രധാന പ്രതിഷ്ഠ കിണറിനുള്ളിൽ തന്നെയാണ്. അതിനാൽ തന്നെ കിണറിലെ ജലം ഒരിക്കലും വറ്റില്ല എന്നതിനാൽ ഇത് ദിവ്യശക്തിയുടെ അനശ്വരതയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. 11ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചോള രാജാവായ കുലോത്തുംഗ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. 1336 വിജയനഗര രാജവംശത്തിലെ ചക്രവർത്തിമാർ ഇത് ഇന്ന് കാണുന്ന രീതിയിൽ വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഗണപതിയെക്കുറിച്ചും നിരവധി വിശ്വാസങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഈ വിഗ്രഹം കാലക്രമേണ വലിപ്പം വർദ്ധിപ്പിക്കുന്നതായാണ് പറയപ്പെടുന്നത്. നിലവിൽ വിഗ്രഹത്തിന്റെ കാൽമുട്ടും വയറും മാത്രമേ കാണാനുള്ളൂ എങ്കിലും ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭക്തൻ വിഗ്രഹത്തിന് സമർപ്പിച്ച വെള്ളിക്കവചം ഇന്നത്തെ വിഗ്രഹത്തിന് പാകമാകുന്നില്ല എന്നതാണ് വിഗ്രഹം വളരുന്നതിന് കാരണമായി പറയുന്നത്. നീതിയുടെ അധിപൻ എന്നാണ് വിശ്വാസികൾ ഈ ഗണപതിയെ വിളിച്ചു പോരുന്നത്. ക്ഷേത്രത്തിലെ ജലാശയത്തിലെ പുണ്യജലത്തിൽ മുങ്ങിക്കുളിച്ച് ദേവവിഗ്രഹത്തിന്റെ മുൻപാകെ സത്യം ചെയ്തുകൊണ്ട് പരസ്പര കലഹങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. വെള്ളത്തിൽ മുങ്ങുമ്പോഴോ അല്ലെങ്കിൽ സത്യം ചെയ്യാനായി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴോ തെറ്റ് ചെയ്തവർ തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. മാലിക് കഫൂർ, ഹൈദരാലി തുടങ്ങിയ മുസ്ലിം ഭരണാധികാരികളുടെ യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും ഈ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എങ്കിലും വിശ്വാസികളും പ്രാദേശിക ഭരണാധികാരികളും ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. ചോള വിജയനഗര രാജവംശങ്ങളുടെ ശൈലികളും സ്വാധീനങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഗംഭീരമായ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വിവിധ ദേവതകളുടെയും ദേവന്മാരുടെയും സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഗോപുരം അല്ലെങ്കിൽ കവാടം ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിന്റെ ചുവരുകളും തൂണുകളും ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും വെളിപ്പെടുത്തുന്ന ലിഖിതങ്ങളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രാമായണം, മഹാഭാരതം, ഗണേശപുരാണം തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമുള്ള രംഗങ്ങളും കഥകളും ചില ശില്പങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഗണേശ ചതുർത്ഥി ദിനം മുതൽ ആരംഭിക്കുന്ന വാർഷിക ബ്രഹ്മോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി നിരവധി ഗണേശ ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ കാണിപ്പാകം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ചിറ്റൂരിൽ നിന്നും 11 കിലോമീറ്ററും തിരുപ്പതിയിൽ നിന്നും 68 കിലോമീറ്ററും ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലെത്താൻ.